അത് അത്രമാത്രം വികസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്കൊന്നും 140 വയസ്സ് വരെ ജീവിക്കാൻ യാതൊരു ആഗ്രഹവുമില്ല. ജീവിക്കുന്ന കാലം നമുക്ക് നേരെ നടക്കുകയും പിടിക്കുകയും ആളുകളായിട്ട് സംസാരിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും പലതും വായിക്കുകയൊക്കെ ചെയ്യാൻ കഴിയണമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ തോമസിനോട് എനിക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, 80 വയസ്സായി എന്ന് പറഞ്ഞ് അതൊരു എക്സ്ക്യൂസ് ആക്കല്ലേ തോമസേ. എഴുതു തോമസേ. നിങ്ങളുടെ ഇത്രയും അറിവുള്ള ആൾ മിണ്ടാതിരിക്കരുത്, എഴുതാതിരിക്കരുത്. ഞങ്ങളെല്ലാം വായിക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, ഇനി വരുന്ന തലമുറകളും. അതുകൊണ്ട് ഇത്രയും ഈ കാഴ്ചയുടെ അനുഭവം ഇത്ര അധികം കിട്ടിയിട്ടുള്ള ഒരാൾ അപൂർവമാണ്, നമ്മുടെ ഇടയിൽ അപൂർവമാണ്. ഏറ്റവും കുറച്ച് എഴുതിക്കൊണ്ടിരിക്കുക. സിനിമയെ പറ്റി തീരെ അറിയാത്തവരൊക്കെ പുസ്തകങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സിനിമയുടെ സൗന്ദര്യശാസ്ത്രത്തെ പറ്റിയൊക്കെ നിരന്തരമായിട്ട് പുസ്തകങ്ങൾ ഇറക്കുകയാണ്. അത് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം. ഇവർക്കെല്ലാം കേരള ഗവൺമെന്റ് അവാർഡ് കിട്ടുന്നുണ്ട്. എങ്ങനെ നടക്കുന്നോ ആർക്കറിയാം. കാരണം ഇതിനെപ്പറ്റി അറിയാത്തവരാണ് ജഡ്ജിമാർ. ഇതിങ്ങനെ ഒരു വിഷമവൃത്തത്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. അറിയാവുന്നവ മിണ്ടാതിരിക്കുന്നു. അയ്യോ വയസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലും നേരെ പറയുന്നില്ല, വയസ്സായി. അങ്ങനെ വലിയ ബന്ധുത്വം വേണ്ട തോമസേ. ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങളൊക്കെ ഇപ്പോഴും ഈ മീറ്റിങ്ങിലൊക്കെ സംസാരിക്കുന്നില്ലേ വന്നിട്ട്, ഇല്ലേ? അപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നു, അതിനുള്ള ധൈര്യം കാണിക്കുന്നു, സിനിമ എടുക്കാനായിട്ടുള്ള ധൈര്യം, തയ്യാറെടുപ്പ് നടത്തുന്നു. ഇതൊക്കെ വല്ലാത്ത ധൈര്യങ്ങളാണ്, സംശയമൊന്നുമില്ല. 86-ാമത്തെ വയസ്സ് പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ കാര്യമാണ് പറയുന്നത്. പല വീടുകളിലും പോയാലോ ആരെങ്കിലും ഈ 80 കഴിഞ്ഞവരൊക്കെ മിക്കവാറും കിടപ്പിലായിരിക്കും. ഏത് വീട്ടിൽ ചെന്നാലും ഒരു പ്രായ ആൾ കിടപ്പിലായിരിക്കും. ഇന്നിപ്പോൾ അങ്ങനെ കിടക്കേണ്ട പലരാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളെ പ്രായത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. നമ്മളൊന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില ദൗത്യങ്ങളുണ്ട്. അത് എപ്പോഴും വിജയകരമായ ദൗത്യമാകണമെന്നൊന്നുമില്ല. പക്ഷെ ആ ദൗത്യം തന്നെ തുടരുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ട് തോമസിനെ എന്നെ ആദ്യമായിട്ട് ഞാൻ കുറേ ലേഖനങ്ങളൊക്കെ പ്രധാനമായിട്ടും കാമ്പിശ്ശേരിയാണ് എന്നോട് ആദ്യമായിട്ട് ലേഖനങ്ങൾ സിനിമയെ പറ്റി എഴുതണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പം ജനയുദ്ധത്തിൻ്റെ വിശേഷത്തിൽ നിരന്തരമായിട്ട് എൻ്റെ കൃത്യമായിട്ട് എല്ലാ പതിപ്പിലും വരുമായിരുന്നു എൻ്റെ ലേഖനങ്ങൾ. അത് കഴിഞ്ഞ് മണർകാട് മാത്യു, ഇവർ രണ്ടുപേരും ഇന്ന് നമ്മളോടൊപ്പമില്ല. മലയാള മനോരമ അവർ വാർഷിക പതിപ്പിൽ. അപ്പോൾ ഈ വാർഷിക പതിപ്പിൽ എഴുതിയ ലേഖനങ്ങൾ തോമസ് എന്നോട് പറഞ്ഞു, ഇതൊരു പുസ്തകമാക്കി കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ തോമസ് അത് വേണോ എന്ന് ചോദിച്ചു. അല്ലല്ല, ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞു. ചെയ്യാം. തോമസ് വളരെ നിരന്തരമായിട്ട് എന്നെ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ട് ഞാനിതെല്ലാം കൂടെ എടുത്ത് വീണ്ടും അത്യാവശ്യം ചില തിരുത്തൊക്കെ വരുത്തി പുസ്തകമാക്കി സിനിമയുടെ ലോകം എന്ന് പറഞ്ഞൊരു പുസ്തകമായിട്ട് ഇറക്കി. അതിന് നാഷണൽ അവാർഡും കിട്ടി. അപ്പോൾ തോമസ് എന്നെ ഒരു സിനിമാ ലേഖകൻ എന്നുള്ള നിലയിൽ എന്നെ ഈ രംഗത്ത് പിന്തുണയും സമ്മർദ്ദവും ചെലുത്തിയ ഒരാൾ കൂടിയാണ്. അപ്പോൾ തോമസിന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം സിനിമയെ പറ്റി എഴുതുക എന്ന് പറയുന്നതും അത്ര സിനിമ സംവിധായകനായതുകൊണ്ടോ സിനിമാ പ്രവർത്തകനായതുകൊണ്ടോ സാധിക്കണമെന്നില്ല. അതും വളരെ ശ്രമകരമായിട്ടുള്ള, ധാരാളം പഠിച്ച് വേണം എഴുതാനും, വെറുതെ എഴുതി വിടാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഒരുപാട് സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തോമസിന് വളരെ ആയുസ്സും കൂടുതൽ ഉന്മേഷവും കൂടുതൽ പ്രവർത്തിക്കാനുള്ള ത്വരയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് എൻ്റേതായിട്ടുള്ള ഒരു ഉപഹാരം അർപ്പിക്കുവാൻ എനിക്ക് വളരെ വളരെ താങ്ക് യു. നന്ദി അരൂർ സാർ. 80
ആയിട്ടില്ലാത്തവർക്കും 80ലേക്ക് എത്തി നിൽക്കുന്നവർക്കും 80 കഴിഞ്ഞവർക്കുമൊക്കെ ആവേശോജ്ജലം ആയ ഒരു പ്രസംഗമാണ് അടൂർ സാറ് കാഴ്ചവെച്ചത്. 80 കഴിയുമ്പോഴും സാറ് ഈ നഗരത്തിലൂടെ കാർ ഓടിച്ച് വണ്ടി ഓടിച്ച് പോകുമ്പോഴെല്ലാം വളരെ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്താണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് സ്വന്തമായി ഡ്രൈവ് ചെയ്യാത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനൊരു 5-6 പരിപാടിക്ക് സാറിനെ വിളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴേ ഓടിച്ചിരുന്നില്ല. ഇന്നിപ്പോ വീണ്ടും അത് ഓടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. നല്ല വാക്കുകൾ തോമസ് സാറിനെ കുറിച്ചും ഈ പരിപാടിയെ കുറിച്ചും ഒക്കെ നല്ല വാക്കുകൾ പറഞ്ഞു അദ്ദേഹം നമുക്ക് സന്തോഷം തന്നു. ഏറെ ബഹുമാനത്തോടെ സന്തോഷത്തോടെ നന്ദിയോടെ നമ്മൾ ഈ പ്രസംഗം ഓർക്കുന്നു. അടുത്തതായിട്ട് നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് MP സുകുമാരൻ നായർ സാറാണ്. സ്വന്തമായ ഒരു സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് അതിലൂടെ വെട്ടിത്തെളിച്ച് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമൊക്കെ പഠിച്ച് സ്വന്തം വഴി വെട്ടിത്തെളിച്ച MP സുകുമാരൻ നായർ സാറിനെ ഈ പരിപാടിയിൽ സംസാരിക്കുന്നതിനായി അഭിസംബോധന ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. തോമസ് സാറുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കണക്കാക്കുന്നത്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയ അടൂർജി, വേണു ഇഷ്ടോട്ട് വന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. വേണു, MF തോമസ്, രാജേഷ്, എല്ലാം പരിചയമുള്ള ധാരാളം ആൾക്കാർ ഓഡിറ്റോറിയം ഇതിനകത്ത് തന്നെ വേദി ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. ഞാൻ ആരുടെയും കൂടുതൽ പേരെടുത്ത് പറയുന്നില്ല. ഇവിടെ വേണു പറഞ്ഞ പോലെ ഞാനും പ്രസംഗിക്കാൻ അത്ര മിടുക്കനായ ഒരാളല്ല. എങ്കിലും പ്രസംഗിക്കേണ്ട ചില അവസരങ്ങൾ വരുന്നതുകൊണ്ട് മാത്രം പ്രസംഗിക്കാൻ വന്നു പോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെയുള്ള പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. കാരണം വെറുതെ വന്ന് ഒരു വേദിയിൽ നിന്ന് ആൾക്കാരെ വേദിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ പുറത്തിറങ്ങാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഇവിടെ വന്നതിന്റെ ഒരു പ്രധാന കാരണം ശ്രീ MF തോമസിന്റെ 80 എന്നുള്ളതല്ല. ഇപ്പം 80-നെ പറ്റി ഇവിടെ ചർച്ച ധാരാളം വന്നു കഴിഞ്ഞു. അപ്പൊ 80-നെ പറ്റി പറയണ്ട. എന്തായാലും ശരി, ഒരു കാലങ്ങളോളം ഒരു സിനിമയുടെ പ്രവർത്തനമായിട്ട് അതിന് സിനിമ എന്ന് പറയുന്നത് ഒരു പക്ഷേ സിനിമ നിർമ്മിക്കുന്നവർ മാത്രമാണോ സിനിമാക്കാരെന്ന് എല്ലാ കാലത്തും ഞാൻ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ പല അവാർഡുകൾക്കും പലരെയും കൺസിഡർ ചെയ്യുമ്പോൾ അത് നിർമ്മാതാക്കൾ അല്ലെങ്കിൽ സംവിധായകർ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ മാറി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു ചോദ്യം എനിക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. അത്ര ഒരു ഗ്യാപ്പിലായിരിക്കും ഒരു പക്ഷേ ഇവിടെ ഷിറാസ് ഖാന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇന്നിങ്ങനെ ഒരു MF തോമസിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് തീർത്തും സന്തോഷകരമാണ്. അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ്. 80 വയസ്സായതുകൊണ്ടല്ല, അത് അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് മാത്രം പറയാണ്. എനിക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്തെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. കാരണം ഞാൻ കുറെ കാലം കോട്ടയത്തായിരുന്നു. ഞാൻ 95 മുതലോ മറ്റാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പൊ എൻ്റെ ആദ്യത്തെ പല വേദികളിൽ വെച്ചും അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പല രീതിയിൽ അറിയാമെങ്കിൽ പോലും എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ എടുത്ത് നമ്മൾ സെൻസർ ബോർഡിൽ സെൻസർ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നത്. കാരണം ഈ ഇന്നത്തെ സിനിമ അല്ല ഞാൻ തുടങ്ങിയ സമയത്തുള്ള സിനിമ. കാരണം അത് ഫിലിമിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെവിടെയെങ്കിലും ഒരു കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം മാറ്റി വീണ്ടും അത് റീമിക്സ് ചെയ്തപ്പോൾ അത് നാളെ വളരെ ബുദ്ധിമുട്ടി സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതല്ല ഇനി സർട്ടിഫിക്കറ്റ് അല്ല വേറെ ഒന്നാണെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ആദ്യ സിനിമയുടെ സെൻസറിങ്ങിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ സെൻസർ ബോർഡിലെ കുറെ അംഗങ്ങൾ അത് കാണും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിർമ്മാതാവിനെയോ അല്ല അതിന്റെ റെപ്രസെന്റേറ്റീവ് ആരെങ്കിലും വിളിച്ച് അവരുമായിട്ടൊരു സംസാരമുണ്ട്. അപ്പം സ്ക്രീനിങ് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കുകയാണ്. അവൻ എന്നെ വിളിച്ചു, ഞാൻ അകത്ത് ചെല്ലുമ്പോഴാണ് നമ്മളെ മനസ്സൊന്ന് തണുക്കുന്നത്. കാരണം അവിടെ ഇരിക്കുന്നത് ശ്രീ MF തോമസ് ആണ്. അതിലൊരാൾ MF തോമസ് ആണ്. ഈ MF തോമസ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് തന്നെ ഇനിയിപ്പോൾ 2 കട്ട് പറഞ്ഞാൽ പോലും MF തോമസ് ഉണ്ടല്ലോ അവിടെ. അപ്പൊ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നമ്മളുടെ ഒരു
ഏതെങ്കിലും ഒരു സൗജന്യം കിട്ടുമല്ലോ എന്ന് എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ സെൻട്രൽ ബോർഡിൽ ഈ പടം കാണാൻ പോകുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ പടം കഴിഞ്ഞിട്ട് ഈ പടം നല്ലതാണെന്ന് ചീത്തയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ പക്ഷെ എം എസ് തോമസിന്റെ ഒരു പ്രസൻസ് നമുക്കൊരു വലിയൊരു ഒരു ധൈര്യം തരുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ 2-3 സിനിമകൾക്ക് എനിക്ക് തോന്നുന്നു, എനിക്ക് ആദ്യത്തെ 3-4 സിനിമകൾ സെൻസർ ബോർഡിൽ അദ്ദേഹം ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് എനിക്ക് വളരെയധികം എൻ്റെ മനസ്സിൽ എല്ലാ കാലത്തും എം എഫ് തോമസിനെ പറ്റി ആലോചിക്കുമ്പോൾ സെൻസർ ബോർഡും അതുമായിട്ടുള്ള എൻ്റെ ഒരു യുദ്ധവും അതിനകത്തുണ്ടാകുന്ന എനിക്ക് എങ്ങനെയോ ഇതൊക്കെ കൊണ്ട് ഭാഗ്യത്തിന് കട്ടുകളില്ലാതെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും അത് ഈ അവസരത്തിൽ ഇതുവരെ പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അത് ഈ അവസരത്തിൽ അത് സംസ്ഥാനോട് പേഴ്സണലായിട്ട് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നയിക്കുന്നതിൻ്റെ ഒരു സന്തോഷം. പിന്നെ 80 വയസ്സ് കഴിഞ്ഞെന്നുള്ളതെന്ന് ഇവിടെ പറഞ്ഞു. ഞാൻ ഈ ഒരു 1.5 മാസം മുമ്പാണ്